ദീപക് തെരച്ചിൽ വ്യാപകമാക്കിയെന്ന് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ കുറച്ച് വൈകിപ്പോയി എന്നത് വലിയൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. SKN അത് തന്നെയാണ്. അതായത് ഇത് എപ്പോഴാണ് സംഭവം നടന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ പോലീസ് പറയുന്നത് കാലത്ത് 6 മണിക്കാണ് പോലീസിന് വിവരം ലഭിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ജയിലിൽ നിന്നുമുള്ള ചില സൂചനകൾ വെച്ച് അർദ്ധരാത്രിയോടെ നടന്നു എന്നുള്ളതാണ് നമ്മുടെ കണ്ണൂർ പ്രതിനിധി അരുൺ പൂപ്പറമ്പയും അറിയിച്ചത്. അങ്ങനെയെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. ഒരുപക്ഷേ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്ന് ഗോവിന്ദചാമിക്ക് പോകാനുള്ള അത്രയും സമയം 1:30ക്കാണ് സംഭവിച്ചതെങ്കിൽ 6 മണി വരെയുള്ള സമയം കൊണ്ട് കർണാടകത്തിലോ തമിഴ്നാട്ടിലേക്കോ കടക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കർണാടകത്തിലേക്ക് കടക്കുക എളുപ്പവുമാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്നും ഇരിട്ടി വഴി കർണാടകത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട്. മറ്റൊന്ന് വയനാട് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട്. കാസർഗോഡ് വഴിയും കർണാടകത്തിലേക്ക് കടക്കാവുന്നതാണ്. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. റേഞ്ച് ചുമതലയുള്ള DIGയെ തന്നെ ഇതിൻ്റെ അന്വേഷണത്തിന്, അതായത് ഗോവിന്ദചാമിയെ പിടികൂടാനുള്ള പ്രത്യേക സംഘത്തിൻ്റെ നേതൃത്വം നൽകാനുള്ള ഉത്തരവായി കഴിഞ്ഞു. മാത്രവുമല്ല വിവിധ SP-മാർ അതുപോലെ മറ്റ് അന്വേഷണ ഏജൻസികളിലെ SP-മാർ എല്ലാം തന്നെ, അതായത് കേരള പോലീസിൻ്റെ റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം അലേർട്ടായി പ്രവർത്തിക്കാൻ, സംസ്ഥാന അതിർത്തിയിലെല്ലാം ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന, ചെക്ക് പോസ്റ്റുകളല്ലാത്ത ഊടുവഴികളുണ്ട് കർണാടകത്തിലേക്ക് കടക്കുന്ന, അത്തരം ഊടുവഴികളിൽ പരിശോധന നടത്താൻ മഫ്തി പോലീസിൻ്റെ പരിശോധന, ഇതെല്ലാം നടത്താനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രവത ചന്ദ്രശേഖർ 24-നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ഒരു കാര്യം പറഞ്ഞു. ഇത് എത്രയും വേഗം പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ DIG യതീഷ് ചന്ദ്ര നയിക്കും. മാത്രവുമല്ല ഈ സോൺ ചുമതലയുള്ള IG രാജ്പാൽ മീണയ്ക്ക് ഇതിൻ്റെ മേൽനോട്ട ചുമതല കൂടി നൽകിയിരിക്കുന്നു. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും ഡ്യൂട്ടിക്ക് ഹാജരായി പരിശോധന ശക്തമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിമാരോട് എല്ലാവരോടും തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെല്ലാം ചോദ്യം ചെയ്ത് പരിശോധിച്ച് ഗോവിന്ദചാമിയല്ലെന്ന് ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കമ്പാർട്ട്മെൻറ്റുകൾ പൂട്ടിക്കിടക്കുന്നത്, ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ, അതുപോലെ പെട്രോൾ പമ്പുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താനാണ് രവത ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SKN ഏതായാലും ജയിൽ വകുപ്പിൻ്റെ ഒരു ഗുരുതരമായ വീഴ്ച, ആ വീഴ്ചയിൽ നിന്നും ഗോവിന്ദചാമിയെ പിടിച്ചെടുക്കുക, കണ്ടുകെട്ടുക എന്ന വലിയ ദൗത്യമാണ് കേരള പോലീസിന് മുൻപിൽ എത്തിയിരിക്കുന്നത്. SKN പറഞ്ഞതുപോലെ സമയത്തിലെ വൈകൽ നിർണായകമാണ്. സമയം വൈകുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം കൊടും ക്രിമിനൽ സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അധികം വൈകാതെ തന്നെ ദീപക്, നമ്മുടെ മാത്യു, നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ് കേട്ടോ, ഇവിടെ ഒരു ഗ്രൈൻഡർ വെച്ച് കമ്പി മുറിക്കാൻ തന്നെ വലിയ പാടാ, അപ്പോഴാ ഒറ്റ കയ്യൻ വലിയ കമ്പി മുറിച്ച് രക്ഷപ്പെട്ടു എന്ന് വാർത്ത കേൾക്കുന്നു. അങ്ങനെയൊക്കെ നടക്കും നമ്മുടെ നാട്ടിൽ. കാരണം ആരെങ്കിലും സഹായമില്ലാതെ ഒരൊറ്റ കയ്യൻ എങ്ങനെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സെല്ലാണ് ഈ കണ്ടം സെല്ലെന്നൊക്കെ പറയുന്ന പോലെ ഈ 10A 10B ഒക്കെ, ആ സെല്ലിൽ, അതായത് കൊടും കുറ്റവാളികളെയാണ് അവിടെ പാർപ്പിക്കുന്നത്. ആ കുറ്റവാളി മറ്റൊരു സെല്ലിലേക്ക് വരുന്നു, അതായത് ക്വാറന്റൈൻ സെല്ലിലേക്ക് വരുന്നു, രോഗികളെ താമസിപ്പിക്കുന്ന ക്വാറന്റൈൻ സെല്ലിലേക്ക് വരുന്നു. ആ ക്വാറന്റൈൻ സെല്ലിൽ നിന്നും വാട്ടർ ടാങ്കിലേക്ക് ചവിട്ടി പുറത്തേക്ക് ചാടി എന്നുള്ളതാണ്. ഇതൊക്കെ അനൗദ്യോഗികമായ വിവരങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും അതീവ സുരക്ഷാ സെല്ലിൽ ദീപക്, ഇന്ന് രാവിലെ 1:15-ഓടെയാണ് ഇയാൾ ജയിലിൽ ചാടിയത് എന്ന രീതിയിലുള്ള ചില സൂചനകളും വരുന്നുണ്ട്. കൈവശം ഉണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിൻ്റെ അടുത്തോട്ട് പോയി മതിലിലെ ഫെൻസിങ് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ച് അതിൽ വലിഞ്ഞു പിടിച്ച് കയറി എന്നുള്ള രീതിയിൽ സൂചന വരുന്നു. മാത്രമല്ല കൂടുതൽ ആളുകളും ഇപ്പോൾ പറയുന്നത് ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടാതെ ഇയാൾക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇയാൾക്ക് കൈക്ക് പ്രശ്നമുണ്ടല്ലോ, ഇയാൾ ഒറ്റ കയ്യനാണല്ലോ. SKN ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒറ്റക്കയ്യൻ ഒരാൾക്ക് ആരുടെയും സഹായമില്ലാതെ, മാത്രവുമല്ല നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് രാത്രിയിലൊക്കെ ജയിലിലെ സെല്ലിലെ പ്രതികൾ തന്നെ, അതായത് ജയിൽ തടവുകാർ തന്നെ ഉറക്കമൊഴിഞ്ഞ് നിൽക്കുന്ന സ്വഭാവമുണ്ട്. കാരണം ഈ സെല്ലിൽ നിന്നും, ഈ 10ാം സെല്ലെന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജയിലിൻ്റെ ഒരു മൂലയിലാണ്. ഈ സെല്ലുകളിലൊക്കെ നമ്മൾ നേരത്തെ വിവിധ വാർത്താശേഖരണത്തിന് സന്ദർശിച്ചുകൊണ്ട് അറിയാം. അതായത് ആ മൂലയിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആരുടെയെങ്കിലും സഹായം വേണം, അല്ലെങ്കിൽ ജയിലിൽ ആ പ്രദേശത്ത് ആരും ഇല്ലാതിരിക്കണം SKN. കാരണം ആ സെല്ലിൽ നിന്നും മുകളിലേക്ക് ചാടണം. ജയിലിൻ്റെ മതിൽ തന്നെ SKN അറിയാവുന്നതാണ്, വലിയ മതിലാണ്. അതിനേക്കാൾ അപ്പുറം കമ്പിയുള്ള മതിലാണ് ആകാശവാണിയുടേത്, SKN അറിയാവുന്നതാണ്. ആ ആകാശവാണിയുടെ മതിൽ കൂടി ചാടി കടന്നുപോയെന്ന് പറയുമ്പോൾ ആരുടെയോ സഹായം, അതായത് ചിലപ്പം സഹ തടവുകാരുടേതാവാം, മറ്റേതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകണം.
ഏതായാലും ഇപ്പോൾ പോലീസ് ജയിലിലെ CCTV ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും പരിശോധിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ആ പ്രദേശത്തെ മുഴുവൻ CCTVയും പരിശോധിക്കാൻ വേണ്ടി, അതായത് ഈ പള്ളിക്കുന്നാണ് ഈ സംഭവം നടന്ന ജയിൽ കിടക്കുന്നത്. ഈ ജയിലിൻ്റെ ഇടതുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ സിറ്റിയാണ്, വലതുഭാഗത്തേക്ക് പോയാൽ തളിപ്പറമ്പ്, പയ്യന്നൂർ, കാസർഗോഡ് മേഖലയാണ്. ഈ ദേശീയപാതയിലെ 2 പ്രദേശത്തെയും കെട്ടിടങ്ങളിലുള്ള മുഴുവൻ ക്യാമറകളും പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ DGP രവതാ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എത്രയും വേഗം പിടികൂടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സാധ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് രാത്രി വൈകി അവിടെ പ്രവർത്തിക്കുന്ന ഫോൺ നമ്പറുകളുടെ ടവർ ഡം എടുത്തുകൊണ്ട് ഏതെങ്കിലും ഫോൺ പള്ളിക്കുന്ന് ലൊക്കേഷനിൽ ഈ 1 മണി നേരത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ബാഹ്യശക്തികളുടെ, പ്രത്യേകിച്ചും ഇയാൾക്ക് മറ്റ് അന്താരാഷ്ട്ര അന്തർദേശീയ ഈ കൊലയാളികളും സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കോടതി ഘട്ടങ്ങളിൽ ആളൂരി കേസ് വാദിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. അയാൾക്ക് മറ്റ് പല സഹായങ്ങളും ഈ മോഷണ കുറ്റവാളി സംഘത്തിൻ്റെ സഹായങ്ങളൊക്കെ ലഭിച്ചിരുന്നു എന്നുള്ളത് അന്ന് വാർത്തയായതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളത് കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. SKN ഏതായാലും പോലീസ് സാധ്യമായതെല്ലാം പരിശോധിച്ച് എത്രയും വേഗം ഗോവിന്ദചാമിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് SKN.